ഇപ്പോൾ ലോക കേരള സഭാംഗം കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ടുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ കുഞ്ഞഹമ്മദ്, നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷത എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ വ്യക്തമാകുന്ന ഒരു വാർത്തയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കുന്നത്? റിയൽ കേരള സ്റ്റോറി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ 6-7 വർഷമായി ലോക കേരള സഭയും അതിലെ അംഗങ്ങളും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും അതുമായുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഇവിടെ നമുക്ക് സാധ്യമാകാൻ കഴിയുന്ന എല്ലാ വാതിലുകളും ഞങ്ങൾ ഇക്കാര്യത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സമീപിക്കുകയുണ്ടായി. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി കേരളത്തിലെ ഒരു പ്രശസ്തനായ മതപണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അദ്ദേഹത്തിന്റെ ഇടപെടലാണ്, അദ്ദേഹത്തിന്റെ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് സമ്മാനിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി വധശിക്ഷ റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക്, അതിന് സമ്മതിക്കുന്ന നിലയിലേക്ക് കുടുംബം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലാണ് നിങ്ങൾ പറയുന്ന മതനിരപേക്ഷത. കാരണം കേരളം എന്ന് മതവർഗീയമായി വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഏത് കാര്യത്തിനും എവിടെയെങ്കിലും ഒരു സ്കൂട്ടർ ഒരാളെ തട്ടിയിട്ട് ഒരു പരിക്ക് പറ്റുകയാണെങ്കിൽ പോലും അവിടെ സ്കൂട്ടറിൽ നിന്ന് വീണവന്റെ മതവും തട്ടിയവന്റെ മതവും പ്രതികരിക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ നിലപാടുകളിലേക്ക് കേരളീയ സമൂഹം വിഭജിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ബഹുമാന്യനായിട്ടുള്ള കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട അല്ലാത്ത ഒരു കുട്ടിയെ കുറിച്ച്, ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ മതത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവൾക്ക് ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കപ്പെടുന്ന നീതി, ആ നീതി ലഭ്യമാക്കുന്നതിന് ഇടപെട്ടിട്ടുള്ളൂ. മർക്കസിനെ സമീപിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പ്രശ്നങ്ങൾ കേൾക്കുകയല്ലാതെ ആ വരുന്നവന്റെ ജാതിയും മതവും ഞങ്ങൾ അന്വേഷിക്കാറില്ല എന്ന ഒരു വലിയ വാക്ക്, ഒരു വലിയ സന്ദേശമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നുണ്ടായതും. നിങ്ങൾ പറഞ്ഞ മതനിരപേക്ഷത, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളം ഇങ്ങനെയൊക്കെയാണ്, കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ്. കേരളത്തെ ആരാരും വിഭജിക്കപ്പെടാൻ കഴിയാത്ത, കേരളത്തിന്റെ മനസ്സുകളെ, മതനിരപേക്ഷ മനസ്സുകളെ എത്രമാത്രം മലിനമാക്കുകയും വിഷം പുരട്ടി നടക്കുകയും ചെയ്താലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അത്തരം എല്ലാ തെറ്റായ വഴികളെയും നിരാകരിച്ചുകൊണ്ട് നമ്മുടെ മലയാളി സമൂഹം ഒന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന മഹത്തായ സന്ദേശം. അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ്. മറ്റൊന്ന്, കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേസ് റദ്ദ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട്, ഈ കേന്ദ്രത്തിനടക്കം ഒന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഈ കാന്തപുരത്തിന്റെ ഒരു നിർണായക ഇടപെടൽ. കാരണം കേന്ദ്രം ഈ 2 കൈയും വെച്ച് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ കാന്തപുരത്തെ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ, അതിൽ ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അത് ചെറിയ കാര്യമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അവരുടെ നിസ്സഹായാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വധശിക്ഷ ഇവിടെ തീയതി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള
വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ അറ്റോർണി ജനറൽ കോടതിയിലാണ് ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അദ്ദേഹം അങ്ങനെ പ്രഖ്യാപിക്കാനുണ്ടായ കാരണത്തെ നാം കാണുന്നത് ആ രാജ്യവുമായി, പ്രത്യേകിച്ച് നോർത്ത് യമനിലെ ഹൂത്തി ഗവൺമെന്റുമായി ഇന്ത്യ ഗവൺമെന്റിന് നയതന്ത്രപരമായ ബന്ധം ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാണ്. അവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ വിളിച്ചുകൊണ്ട് ആ ഭരണാധികാരിയോട് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഒരു പൗരൻ ഈ രീതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരെ മോചിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണം എന്ന് പറയാൻ ആ രാജ്യവുമായി നമുക്ക് നേരിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഗവൺമെന്റിന് അത്തരം ഒരു നിലപാട് എടുക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും നല്ല സൗഹൃദമുണ്ടായിരുന്ന ഇറാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് സാധിക്കുമായിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും മറ്റും ആ ഒരു വഴികൾ പോലും ഫലപ്രദമായി ഉപയോഗിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ താങ്കളുടെ അടക്കം പ്രതികരണങ്ങൾ വളരെ നിർണായകമാണ്. കാരണം താങ്കളടക്കമുള്ള ആളുകൾ നിർണായകമായ ചില ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നന്ദിയുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നമുക്ക് ലതീഷിലേക്ക് ഒരു തവണ കൂടി പോകാം. ലതീഷ, ഈ കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മതനിരപേക്ഷതയെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഈ കേരളം അത് എന്നും വ്യത്യസ്തമാണ്. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി അല്ലേ? തീർച്ചയായും ജൂലൈ 15-നാണ് വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്. അത് ഔദ്യോഗികമായി തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അവിടെയുള്ള യമനിൽ നിന്നും അറിയിക്കുകയായിരുന്നു. അതിൻ്റെ അറിയിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ താൻ നടത്തിയ ഇടപെടലുകൾ പറഞ്ഞത്. അത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർ ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടായിരുന്നു. തലാലിൻ്റെ സഹോദരൻ മാത്രമായിരുന്നു ഇതിൽ ഒരു എതിർപ്പുമായി രംഗത്ത് വന്നത്. എന്നാൽ ആ എതിർപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ആ എതിർപ്പ് അത്ര പ്രശ്നമല്ല. കാരണം കുടുംബം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാര്യ, കുട്ടികൾ അല്ലെങ്കിൽ കുട്ടി, ഒപ്പം മാതാപിതാക്കൾ, ഇവർക്കാർക്കും ഇത് സംബന്ധിച്ച് എതിർപ്പ് ഇല്ല. അതുതന്നെ ഈ വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ കുടുംബത്തെ, തലാലിൻ്റെ കുടുംബത്തെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം നിമിഷപ്രിയയുടെ കുടുംബാംഗങ്ങൾ അവരോട് മാപ്പ് ചോദിക്കാനടക്കം തയ്യാറായി അവിടെ യമനിലെത്തിയ സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നതും. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചതും അതിൻ്റെ ഭാഗമായുള്ള തുടർ ചർച്ചകൾ ഉണ്ടാകും. അതായത് ജയിൽ മോചനം എന്നുണ്ടാകുമെന്ന് സംബന്ധിച്ചൊന്നും നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയുകയില്ല. എന്നാൽ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നതിന് പിന്നാലെ തന്നെ ഇനി ഏത് തരത്തിലായിരിക്കും മാപ്പ് നൽകി വിട്ടയക്കുക, അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം ജയിൽ മോചിതയാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി തീരുമാനം വരേണ്ടത്. അതിന് തലാലിൻ്റെ കുടുംബം കൂടുതൽ ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഇനി തയ്യാറാകുമെന്നത് വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമുക്ക് സംബന്ധിച്ച ചർച്ചകളൊക്കെ തുടരും. ഈ വധശിക്ഷ റദ്ദാക്കിയെങ്കിൽ സ്വാഭാവികമായും നമ്മൾക്കുണ്ടാകുന്ന സംശയം ഇനി ജയിൽ മോചനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിൽ ലതീഷ് പറഞ്ഞതുപോലെ തന്നെ തലാലിന്റെ കുടുംബവുമായൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള വാർത്തകൾ ഇനി വരും ഘട്ടങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.